നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ആഗോള സോഷ്യൽ മീഡിയ ഭീമന്മാരായ മെറ്റയ്ക്കെതിരെ BJP നേതൃത്വം, അതായത് ഇന്ത്യ രാജ്യത്ത് മെറ്റ സ്ട്രീമിംഗ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളെ മുഴുവൻ നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് BJP നേതൃത്വം ഇപ്പോൾ ദേശീയ കോർ കമ്മിറ്റിക്ക് കത്തയക്കുകയാണ്. മിക്കവാറും BJPയുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നേതൃത്വം മുഴുവൻ ദേശീയ കമ്മിറ്റിയുമായി ആലോചിച്ചുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഇത് കേന്ദ്രം നയത്തിൽ പരിഗണിക്കുമോ എന്നുള്ളതാണ് അവർ കാത്തിരുന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. അതായത് 30 ദശലക്ഷം വ്യൂസാണ് CJP പാർട്ടിയുടെ പ്രതിഷേധ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ശരാശരി ലഭിച്ചത്. എന്നാൽ BJP അതിന് മറുപടി പറഞ്ഞത്, പ്രധാനമന്ത്രി അർദ്ധരാത്രി വന്ന് ലൈവായി പറഞ്ഞപ്പോൾ പോലും അതിന് 10 ദശലക്ഷത്തിൽ കൂടുതൽ വന്നിട്ടില്ല. ഇത് അൽഗോരിതത്തിൻ്റെ ഒരു കളിയാണ്. അൽഗോരിതവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ മെറ്റ CJPയെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഈ രാജ്യത്തെ ഭരണ അട്ടിമറി നടത്താൻ വേണ്ടി മെറ്റ വലിയ തോതിൽ CJPയെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് BJP നേതൃത്വം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, CJPയുടെ ഐതിഹാസികമായ സമരം അത് വിജയം കാണുകയും ഒടുവിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയും പിന്നീട് പ്രഹ്ലാദ് ജോഷി ആ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. പ്രഹ്ലാദ് ജോഷി ആ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ജനങ്ങളുടെ മുമ്പിൽ, മീഡിയയുടെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കൃത്യമായി പ്രഹ്ലാദ് ജോഷിയെ അഭിനന്ദിക്കാൻ ശ്രമിച്ചപ്പോൾ പോലും അദ്ദേഹം ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതിലൂടെ നൽകുന്ന സന്ദേശം എന്തെന്നാൽ, ഞങ്ങൾ ഇതിൽ നിന്നും ഒന്നും പിന്മാറില്ല. ചോദ്യപേപ്പർ ചോർച്ച മാത്രമല്ല, മറ്റ് പല പ്രശ്നങ്ങളുണ്ടായാലും നിങ്ങൾക്ക് പ്രതിഷേധം ചെയ്യാനോ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനോ യാതൊരു അർഹതയുമില്ല എന്നുള്ള രീതിയിലായിരുന്നു കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രിയായ കിരൺ റിജിജു വല്ലാതെ രോഷാകുലനായി സംസാരിച്ചത്. നിതിൻ ഗഡ്കരിയുടെ രാജിയാണ് ഇതിന് പിന്നാലെ ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് കോൺഗ്രസ് നേതൃത്വവും CJP പാർട്ടിയും പറയുമ്പോൾ അതും വല്ലാതെ കുറുക്കിക്കൊള്ളുന്നുണ്ട്. ഒടുവിൽ അത് മെറ്റയുടെ മണ്ടയ്ക്ക് കയറി ഇത് അൽഗോരിതത്തിൻ്റെ കളിയാണ്, ജനങ്ങൾ പ്രക്ഷോഭ സമരം ഉൾപ്പെടെ നടത്തുന്നത് ഈ മെറ്റയുടെ കള്ളക്കളി കാരണമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ BJP മെറ്റയ്ക്കെതിരെ വ്യാജ പ്രചരണവുമായി വന്നിരിക്കുകയാണെന്ന് വ്യക്തമാണ്. മാത്രമല്ല, ഈ വിഷയത്തിൽ ഫേസ്ബുക്ക് സ്ഥാപകനായ സുക്കർബർഗിനെതിരെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ സ്ഥാപകരെയും ഒക്കെ കുറ്റം പറയാനാണ് BJP നേതൃത്വം ശ്രമിക്കുന്നത്. ഇന്ത്യയിൽ മോദിക്കെതിരെയും BJPക്കെതിരെയും സംഘപരിവാറിനെതിരെയും യൂട്യൂബ് ലൈവ് സ്ട്രീമിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരോധിക്കണം, അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ സൈറ്റുകൾ കണ്ടുപിടിച്ച് ബ്ലോക്ക് ചെയ്യണം. ഇതൊക്കെയാണ് BJP നേതൃത്വം ഇപ്പോൾ ആലോചിച്ച് വരുന്നത്. നോക്കൂ, ഈ രാജ്യത്ത് ഇൻ്റർനെറ്റ് എന്നുള്ളത് ഒരു ബേസിക് റൈറ്റായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ BJP നേതൃത്വം ഉത്തര കൊറിയയുടെ നടപടികൾക്ക് തുല്യമായ രീതിയിൽ കാര്യങ്ങൾ അവലംബിക്കാൻ ശ്രമിക്കുകയാണ്. എന്ത് കാണണം എന്ത് കാണണ്ട എന്ന് തീരുമാനിക്കാൻ നരേന്ദ്രമോദിക്ക് റൈറ്റ് ഉണ്ട് എന്ന രീതിയിലാണ് BJPയുടെ സംസാരം.